കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. ഹായ് എവ്രി വൺ, വെൽക്കം ടു ലേൺവൈസ്. ഇന്നത്തെ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സെക്കൻഡ് ഇയറിന്റെ ഇലക്ടീവ് പേപ്പർ ആയിട്ടുള്ള BPCS 183 എമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന പേപ്പറിന്റെ നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. ഓക്കെ, സോ നമുക്കറിയാം നമ്മളുടെ പേപ്പറിന്റെ കോഡ് BPCS 183 ആണ്. അതിന്റെ മുന്നേ ചോദിച്ച ഒരുപാട് ക്വസ്റ്റ്യൻസ്, അതായത് ഒരു എന്താ പറയുക ജൂൺ 2022 മുതൽക്ക് ഈ കഴിഞ്ഞ ഡിസംബർ 2025 വരെയുള്ള ടേം ആൻഡ് എക്സാമിനേഷന്റെ ആ ഒരു ക്വസ്റ്റ്യൻസിനെ ഡീകോഡ് ചെയ്തിട്ട് അതിന്റെ ഓരോ SLM യൂണിറ്റ്സും അതുപോലെ തന്നെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഫ്രീക്വന്റ് ആയിട്ട് വരുന്നത് എന്നുള്ളതും അതേപോലെ തന്നെ ആ ഒരു അടിസ്ഥാനത്തിൽ അതിന്റെ ഒരു ഹൈയസ്റ്റ് ഈൽഡ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്നും ആ ഒരു ടോപ്പിക്സിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും അതിന്റെ ഒരു ബ്ലൂ പ്രിന്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. സോ നമുക്ക് അതിന്റെ ബേസിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് മുന്നേ വന്നിട്ടുള്ളത്, ഏറ്റവും കൂടുതലായിട്ട് മുന്നേ വന്ന് കാണുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ആ ക്വസ്റ്റ്യൻസിന്റെ അടിസ്ഥാനത്തിൽ 2 പ്രഡിക്റ്റീവ് പ്രാക്ടീസ് പേപ്പേഴ്സും നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ അറ്റ് ദ എൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അതിന്റെ ഫുൾ മോഡൽ ആൻസേഴ്സും ഉണ്ടായിരിക്കും നമ്മുടെ ഗൈഡ് ബുക്കിൽ. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഈ ഒരു സെഷൻ ലാസ്റ്റിൽ വരെ നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. ഈ ഒരു പേപ്പറിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു ഹൈ ഈൽഡ് സിലബസ് മാപ്പ് നമുക്ക് നോക്കാൻ പറ്റുന്നുണ്ടാകും. അതുപോലെ തന്നെ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസും പിന്നെ 2 പ്രഡിക്റ്റീവ് സെറ്റ്സും അതിന്റെ ഒരു ആൻസർ ടൂൾ കിറ്റും നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പ്രിപ്പറേഷൻ നിങ്ങൾ ഏത് സ്റ്റെപ്പിലേക്കാണ്, ഇപ്പം നമ്മൾ ഏത് സ്റ്റെപ്പിലാണ് ഉള്ളതെന്ന് ഒന്ന് അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ഇനി എങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എക്സാമിന് എന്നുള്ളത് കൂടെ നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു പാത്ത് വേ, അപ്പൊ ഇവിടെ ഒരു 2-3 പാത്ത് വേ നമ്മളിങ്ങനെ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇതിൽ ഏത് പാത്ത് വേ ആണ് നമ്മളുടേത് എന്നുള്ളത് നിങ്ങൾ അനലൈസ് ചെയ്യാന്നുള്ളതാണ്. ആദ്യം പറയുന്നത് ഫസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് 7 days സ്പ്രിന്റ് ആണ്. അത് ലാസ്റ്റ് മിനിറ്റ്, ഇപ്പം എക്സാമിന് വളരെ ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂവെങ്കിൽ വളരെ ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. അപ്പൊ നമുക്ക് അധികം കുറേ അധികം 1 by 1 ആയിട്ട് ബ്ലോക്ക് നോക്കാനൊന്നും പറ്റില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വന്ന ഒരു സെഷൻ എന്ന് പറയുമ്പോൾ യൂണിറ്റ് 1 and 2 വായിക്കുക, കൺസെപ്റ്റ് ഓഫ് ഇമോഷൻ ആൻഡ് കമ്പോണൻസ് ഓഫ് EI. ഓക്കെ, ഇമോഷണൽ ഇന്റലിജൻസ്, അത് എല്ലാ സെഷനിലും ചോദിച്ചു കാണുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, അതൊക്കെ വായിക്കുക. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് 21 day മാസ്റ്ററി പ്ലാൻ. അതായത് ഒരു ഡിസ്റ്റിങ്ഷൻ, നമ്മൾ നല്ല ബെറ്റർ സ്കോറൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫസ്റ്റ് വീക്ക് അല്ലെ 1 to 7 days ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 2ഉം കംപ്ലീറ്റ് ചെയ്യാം. യൂണിറ്റ് 1 to 3 മൊത്തത്തിൽ 3 യൂണിറ്റ്സ് കംപ്ലീറ്റ് വായിക്കുക, കംപ്ലീറ്റ് നോട്ടൊക്കെ ചെയ്ത് ഡെഫിനിഷൻസ് ഒക്കെ നോക്കി കമ്പണൻസ് ഇത് ലിസ്റ്റ് ചെയ്ത് അങ്ങനെ വളരെ ത്രൂ ഔട്ട് മൊത്തത്തിൽ പിന്നെ ആ ഒരു ബ്ലോക്ക് 1 and 2 കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. നെക്സ്റ്റ് പാർട്ട് 3, അതായത് ടാർഗറ്റ് ടോപ്പിക് പ്ലാൻ. ഒരു എല്ലാ ടോപ്പിക്സും നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കോംപ്രഹെൻസീവ് നോളജിന് വേണ്ടിയിട്ട് മാക്സിമം റിട്ടേൺ കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ മെമ്മറൈസ് ചെയ്യുക. EI മോഡൽസ് ഒക്കെ യൂണിറ്റ് 4 അത് മെമ്മറൈസ് ചെയ്യുക. അത് എല്ലാ പേപ്പേഴ്സിലും വരുന്നതാണ്. ഓക്കെ, യെസ്, അപ്പൊ അതൊരു കുറച്ചുകൂടി സ്കോർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഭാഗത്താണ്. ഓക്കെ, ഇതിൽ ഏത് രീതിയിലാണ് നമുക്ക് പഠിക്കേണ്ടത്, നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നോക്കി തൽക്കാലം കുറച്ച് പാസ് മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതാണെങ്കിൽ ആ രീതിയിൽ നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ യൂണിറ്റുകളായിട്ട് നോക്കി കുറച്ചുകൂടി ബെറ്റർ സ്കോർ ചെയ്യാനുള്ള രീതിയിലാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് പഠിക്കാം.
അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു എക്സാം പാറ്റേൺ വരുന്നത്, ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് നോക്കുമ്പോൾ BPCS 183 ഇമോഷണൽ ഇന്റലിജൻസിന്റെ പേപ്പർ എന്ന് പറയുന്നത് 50 ആണ് ടോട്ടൽ മാർക്ക് വരുന്നത്. 2 മണിക്കൂറിന്റെ എക്സാം ആണ് അല്ലെ. പൊതുവെ 8 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ച് കാണുന്നത്. ഓക്കെ, 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മൾ നോക്കുന്ന സമയത്ത് 2 സെക്ഷൻ ആയിട്ടാണ് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സെക്ഷൻ എയും സെക്ഷൻ ബിയും. സോ അതിൽ ഒന്നാമത്തതിലാണ് 1 to 4 വരെയുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെയുള്ളത് 5 to 8 വരെയുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, സെക്ഷൻ എയിൽ പൊതുവെ കവർ ചെയ്യുന്ന യൂണിറ്റ്സ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 to 4 വരെയുള്ളതാണ് യൂണിറ്റ്സ്, അതായത് കൺസെപ്റ്റ്, കമ്പണൻസ്, മോഡൽസ്, അതൊക്കെ. സെക്ഷൻ ബിയിൽ പൊതുവെ കവർ ചെയ്യുന്നത് 5 to 8 മാനേജ്മെന്റ്, ആപ്ലിക്കേഷൻസ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് എന്നുള്ള രീതിയിലാണ് വരിക. ദെൻ ഓരോ ക്വസ്റ്റ്യൻസ് ഒരു 10 മാർക്കിനുള്ളതാണ്. അപ്പൊ നമ്മളൊരു വേർഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു 300 വേർഡ്സ് ഒക്കെയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ 4ഉം ക്വസ്റ്റ്യൻ 8ഉം ഷോർട്ട് നോട്ട്സ് ആയിരിക്കും. A, B എന്നുള്ള രീതിയിൽ 5+5 എന്നുള്ള രീതിയിൽ ഷോർട്ട് നോട്ട്സ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അതിന്റെ ഒരു എക്സാം പേപ്പർ ബ്ലൂ പ്രിന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൺസെപ്റ്റ് ആൻഡ് കമ്പണൻസ് അതിൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്നത് 22%. യെല്ലോവും ബ്ലൂവും ആണ് അല്ലെ, യൂണിറ്റ് 7ഉം 8ഉം, അതുപോലെ തന്നെ യൂണിറ്റ് 1ഉം 2ഉം, ഫസ്റ്റും ലാസ്റ്റും ഉള്ളത്. സോ ബാക്കിയുള്ളതൊക്കെ 18%, 20, 18 എന്നുള്ള രീതിയിലാണ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഹൈ ഈൽഡ് സിലബസ് മാപ്പ് ആണ്. ഹൈ ഈൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മോർ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, നമുക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു 3 ടയർ സിസ്റ്റം ആയിട്ടാണ് നമ്മളിത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് 3 സ്റ്റാർ കാണുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്താ പാസ് ചെയ്യാം, അപ്പം എക്സാം പാസ് ആവാൻ പറ്റും. സോ അങ്ങനെയുള്ള ഭാഗങ്ങളാണ് ഈ ഹൈ ഈൽഡിൽ കൊടുത്തിരിക്കുന്ന 3 സ്റ്റാർ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനിയുള്ളത് 2 സ്റ്റാർ ഇട്ട് കൊടുത്തിരിക്കുന്നത് മീഡിയം ഈൽഡ് ആണ്. അതായത് ഫ്രീക്വന്റ് അപ്പിയറൻസ് ആണ്, പക്ഷെ അത് സ്കോറിംഗ് ഇമ്പോർട്ടൻറ്റ് ഫോർ സ്കോറിംഗ് വെൽ എന്നുള്ള രീതിയിലാണ്. ലോ ഈൽഡ് എന്ന് പറയുമ്പോൾ അത്രയും വല്ലപ്പോഴൊക്കെ ചോദിക്കുന്ന ഭാഗങ്ങളാണ്, പക്ഷെ നമുക്ക് കോംപ്രിഹെൻസീവ് നോളജിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, കവറേജിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതായത് ഹൈ ഈൽഡ് ആയിട്ടുള്ള ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞ ശേഷം, മീഡിയം ഈൽഡ് ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞ ശേഷം മാത്രമേ ലോ ഈൽഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. സോ അത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ബ്ലോക്കില് യൂണിറ്റ് 1 and 2 വരുന്നേരം ഫസ്റ്റ് യൂണിറ്റിൽ കൺസെപ്റ്റ് ഓഫ് ഇമോഷൻ, അത് ഫ്രീക്വൻസി 7 ആണ്. സോ അത് ലാസ്റ്റ് December 2025 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ ആണ് അല്ലെ. സോ അത് ഹൈ ഈൽഡ് ആണ്. നെക്സ്റ്റ് സെക്കൻഡ് യൂണിറ്റ് കൺസെപ്റ്റ്, ഹിസ്റ്ററിക്കൽ ഡെവലപ്മെന്റ്, കമ്പണൻസ് ഓഫ് EI, ഇതും 9 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് കഴിഞ്ഞ ക്വസ്റ്റ്യന് ചോദിച്ചത്, എക്സാമിന് ചോദിച്ചതാണ്. അതും ഹൈ ഈൽഡ് ആണ്, ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. 3 സ്റ്റാർ ആണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് ബ്ലോക്കിലെ യൂണിറ്റ് 3, അത് ഒരു യൂണിറ്റ് അല്ലേ ഉള്ളൂ. കമ്പണൻസ് ഓഫ് ഇമോഷണൽ കോമ്പിറ്റൻസീസ് 7 ആണ് അതിന്റെ ഒരു ഫ്രീക്വൻസി. June 2025 ചോദിച്ചിട്ടുണ്ട്. അത് മീഡിയം ഈൽഡ് ആണ് അതിന്റെ ഒരു ഇതുവരെ. ഓക്കെ, ആൻഡ് തേർഡ് ബ്ലോക്കില് 4th യൂണിറ്റ് മോഡൽസ് ഓഫ് EI ആൻഡ് അസസ്മെന്റ്, അത് 9 ആണ് അതിന്റെ ഒരു ഫ്രീക്വൻസി വരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടന്റ് ആണ്. 3 സ്റ്റാർ അല്ലെ, ഹൈ ഈൽഡ് ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദെൻ 5th യൂണിറ്റ് ബ്ലോക്ക് 4ലുള്ളത് ഇമോഷൻസ്, സെൽഫ് കൺട്രോൾ ആൻഡ് അസർട്ടീവ്നെസ് എന്ന് പറയുന്നത് 10 പ്രാവശ്യം ചോദിച്ചതാണ് ഫ്രീക്വൻസി. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ്, ഹൈ ഈൽഡ് ആയിട്ടുള്ള ഭാഗമാണ്. 4th ബ്ലോക്കിൽ തന്നെ 6th യൂണിറ്റ് ഇമോഷൻസ്, സെൽഫ് റിഗാർഡ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് 9 ടൈംസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചതാണ്, ഹൈ ഈൽഡ് ആണ്, അതും വരാം. 4th ബ്ലോക്ക് യൂണിറ്റ് 7 സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് ഇമോഷണൽ ഇന്റലിജൻസ്, 8 ആണ് അതിന്റെ ഒരു ഫ്രീക്വൻസി വരുന്നത്. കഴിഞ്ഞ എക്സാമിന് തന്നെയാണ് അതും ചോദിച്ചിട്ടുള്ളത്, ഹൈ ഈൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ 8th യൂണിറ്റ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് EI ഇൻ വേരിയസ് കോണ്ടെക്സ്റ്റ്, അതും 7 ആണ് അതിന്റെ ഒരു ഫ്രീക്വൻസി വരുന്നത്. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ്, മീഡിയം ഈൽഡ് ആണ് അത് വരാം. സോ ഇതിൽ എൻ്റെ ഒരു ഹീറ്റ് മാപ്പ് നോക്കുന്ന സമയത്ത് ഇതിൽ റെഡ് കൊടുത്തിരിക്കുന്നതാണ് ഹൈ ഈൽഡ് എന്ന് പറയുന്നത്. ഒരു ഓറഞ്ച് കളർ പോലെ കൊടുത്തിരിക്കുന്നത് മീഡിയം ഈൽഡ് ആണ്. ബ്ലൂ ലോ ഈൽഡ് ആണ്. പക്ഷെ ലോ ഈൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇവിടെ ഇല്ല അല്ലെ, ഭാഗങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ എക്സിൽ വരുന്നത് എന്താണ്, SLM യൂണിറ്റ്സിന്റെ ആ ഒരു 1, 2, 3 എന്നുള്ളതാണ്. മറ്റേത് ഫ്രീക്വൻസി ആണ് Y ആക്സിസിൽ. ആ രീതിയിലാണ് ഈ ഒരു ഫ്രീക്വൻസി മാപ്പ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ അതിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് 5 മോസ്റ്റ് റിപ്പീറ്റഡ് എക്സാം ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് 2 വിച്ച് ഇസ് കമ്പണൻസ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ്,
സെൽഫ് ആക്ച്വലൈസേഷൻ ആൻഡ് സ്ട്രാറ്റജീസ്, പിന്നെ സ്ട്രാറ്റജീസ് ടു ഡെവലപ്പ് അസർട്ടീവ്നെസ്. ഇത് മൂന്നും ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്നത് അല്ലെ, മോസ്റ്റ് റിപ്പീറ്റഡ് എക്സാം ടോപ്പിക്സ് ആണ്. നെക്സ്റ്റ് വരുന്നത് തന്നെ അതിന്റെ തൊട്ട് താഴെ തന്നെയാണ് സെൽഫ് കൺട്രോൾ ആൻഡ് സ്ട്രാറ്റജീസ് ടു ഡെവലപ്പ് EI ആൻഡ് അബിലിറ്റി മോഡൽ ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ്. സോ ഇത് രണ്ടും 4 ആണ് അതിന്റെ ഒരു നമ്പർ ഓഫ് അപ്പിയറൻസ് വരുന്നത്, മറ്റേത് 5 ആണ്. ഇത് ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഇതാണ് നമ്മുടെ ടോപ്പ് 5 മോസ്റ്റ് റിപ്പീറ്റഡ് എക്സാം ടോപ്പിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നിങ്ങൾക്കുള്ളത് ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ്. ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് ഹൈലൈറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചില ക്വസ്റ്റ്യൻസിന് ഒരു ഫയർ ഇമോജി കൊടുത്തിട്ടുണ്ട് അല്ലെ. ഈ ഫയർ ഇമോജി കൊടുത്തിരിക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചു കാണിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്. സോ ഇതിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കുന്ന സമയത്ത് കൺസെപ്റ്റ്, ഹിസ്റ്ററിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് കമ്പണൻസ് ഓഫ് EI എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് 3 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ 2 ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ അത് നോക്കുന്ന സമയത്ത് ഫസ്റ്റില് ഡിഫൈൻ ഇമോഷണൽ ഇന്റലിജൻസ് ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്സ് കമ്പണൻസ്, ഹൈലൈറ്റ് ഇറ്റ്സ് ബെനിഫിറ്റ്സ്. നെക്സ്റ്റ് ഡിസ്കസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്റലിജൻസ് കോഷ്യന്റ് ആൻഡ് ഇമോഷണൽ കോഷ്യന്റ്, IQ ആൻഡ് EQ. അത് 2 മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. നെക്സ്റ്റ് പ്രൈസ് ദ ഹിസ്റ്ററിക്കൽ ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ്. ഇതൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് 2 ആൻഡ് ഇതിന്റെ ഫുൾ ആൻസർ ബ്ലൂ പ്രിന്റ്സും അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ഏത് രീതിയിൽ എക്സാം എഴുതിയാലാണ് ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്യാന്നുള്ളതിന്റെ ഒരു സ്കോറിംഗ് ഫ്രെയിം വർക്കും നമ്മളുടെ ലേൺവൈസിന്റെ ആപ്പിലുള്ള ബുക്ക്ലെറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് കമ്പണൻസ് ഓഫ് ഇമോഷണൽ കോമ്പിറ്റൻസീസ് ആണ്. അതില് ഏറ്റവും മോസ്റ്റ് റിപ്പീറ്റഡ് എന്നുള്ള രീതിക്ക് വന്നിട്ടില്ലെങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ദ കമ്പണൻസ് ആൻഡ് ഡൊമൈൻസ് ഓഫ് ഇമോഷണൽ കോമ്പിറ്റൻസ്, ഡിസ്കസ് ദ യൂണിവേഴ്സാലിറ്റി ഓഫ് ഇമോഷണൽ എക്സ്പ്രഷൻ, എക്സ്പ്ലെയിൻ ഇമോഷണൽ അവയർനെസ് ഇൻ വൺ സെൽഫ് ആൻഡ് ഇൻ അതേഴ്സ്. ഇതിന്റെയും സെയിം ബ്ലൂ പ്രിന്റ്സ്, എക്സാം ആൻസർ ബ്ലൂ പ്രിന്റ്സും സ്കോറിംഗ് ഫ്രെയിം വർക്കും നമ്മളുടെ ലേൺവൈസ് ആപ്പില് ബുക്ക്ലെറ്റിലുണ്ട്. ഓക്കെ, ദെൻ മോഡൽസ് ഓഫ് EI ആൻഡ് അസസ്മെന്റിൽ 2 ക്വസ്റ്റ്യൻസ് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? എക്സ്പ്ലെയിൻ ദ അബിലിറ്റി മോഡൽസ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ്, ഡിസ്കസ് ദ ട്രേറ്റ് ആൻഡ് ജീനോസ് മോഡൽ ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ ബാർ ഓൺ മോഡൽ ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. ഇതിന്റെയും നമ്മുടെ ആൻസേഴ്സ് ഒക്കെ ആപ്പില് ഗൈഡിൽ ഉണ്ടാകും. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. കൺസെപ്റ്റ് ഓഫ് ഇമോഷൻ എന്ന് പറയുന്നതിൽ 2 ക്വസ്റ്റ്യൻ, അത് രണ്ടും മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. Describe the nature, characteristics and functions of emotions. Differentiate among emotions, feeling and mood. Describe the types of emotions. ഇത് രണ്ടും നമ്മളുടെ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. Then emotions, self control and assertiveness. ഇതിലും 2 ക്വസ്റ്റ്യൻസ് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചത് തന്നെയാണ് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ്? എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് കൺട്രോൾ ആൻഡ് ഡിസ്ക്രൈബ് ദ സ്ട്രാറ്റജീസ് ടു ഡെവലപ്പ് ഇറ്റ്. Next, explain the assertiveness and describe the strategies to develop it. Okay, so ഇതൊക്കെയാണ് നമ്മളുടെ ഇമോഷൻസ്, സെൽഫ് കൺട്രോൾ ആൻഡ് അസർട്ടീവ്നെസ്സിൽ വരിക. നെക്സ്റ്റ് ഇമോഷൻസ്, സെൽഫ് റിഗാർഡ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയും. അതിൽ 2 ക്വസ്റ്റ്യൻസ് തന്നെയാണുള്ളത്. ഡിസ്കസ് ദ മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് റിഗാർഡ് ആൻഡ് ഡിസ്ക്രൈബ് ദ സ്ട്രാറ്റജീസ് ടു ഡെവലപ്പ്. എക്സ്പ്ലെയിൻ മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് ആൻഡ് ഡിസ്ക്രൈബ് ദ സ്ട്രാറ്റജി ടു ഡെവലപ്പ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഇത് രണ്ടും മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നെക്സ്റ്റ് സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് ഇമോഷണൽ ഇന്റലിജൻസ്. ഇതിൽ 2 മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഡിസ്ക്രൈബ് സ്ട്രാറ്റജീസ് റിലേറ്റഡ് ടു intrapersonal aspect for improving emotional intelligence. Describe strategies related to the interpersonal aspect for improving emotional intelligence. ഒരു ചെറിയ വാക്കിന്റെ വ്യത്യാസമുള്ളൂ അല്ലെ. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. Then applications of EI in various contexts. Application level വരുന്ന സമയത്ത് discuss the application of emotional intelligence in educational and workplace settings. ഇത് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. Next, discuss the application of EI for managing conflicts and for health.
സോ ഇത്രയുമാണ് ആ ഒരു ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണ് ക്രിട്ടിക്കൽ ഫോർ എക്സാമിനേഷൻ പാസ് ആവാൻ വേണ്ടിയിട്ട് എന്തെല്ലാം നമ്മളിത് പഠിച്ചു വെക്കണം. ആൻഡ് ഇതിന്റെ എല്ലാ ക്വസ്റ്റ്യന്റെയും ആൻസർ ബ്ലൂ പ്രിന്റ്സ് നമുക്ക് ലേൺവൈസ് ആപ്പിൽ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ഹൈ ഈൽഡ് ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു അടിസ്ഥാനത്തിൽ ഫോക്കസ് ഏരിയാസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന 2 ഫുൾ മോക്ക് പേപ്പേഴ്സ് ആണ്. ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ. ആൻസർ ടൂൾ കിറ്റ് നമുക്ക് ലേൺവൈസ് ആപ്പിലാണ് ഉണ്ടാവുക. ഓക്കെ, സോ ക്വസ്റ്റ്യൻസിൽ സെറ്റ് എ എന്ന് പറയുന്നത് പ്രെഡിക്റ്റീവ് പ്രാക്ടീസ് പേപ്പർ ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 2 മണിക്കൂറിന്റെ എക്സാം ആണ്, മാക്സിമം 50 മാർക്സ് ആണ് അല്ലെ. ആൻസർ എനി 5 ക്വസ്റ്റ്യൻസ് അല്ലെ. അപ്പോൾ ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെക്ഷൻ എയിലെ ഡിസ്ക്രൈബ് ദ നേച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഇമോഷൻസ്. Second question, define emotional intelligence and describe its 5 components. Highlight the benefits of EI. Third question, explain the ability model of emotional intelligence with reference to its 4 branches. And fourth question, write short notes എന്ന് പറയുന്നത് components of emotional competencies, universality of emotional expressions. ഓരോന്നിനും 5 എന്നുള്ള രീതിയിലാണ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. Then section B സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദ മീനിങ് ഓഫ് സെൽഫ് റിഗാർഡ് ആൻഡ് ഡിസ്ക്രൈബ് ദ സ്ട്രാറ്റജീസ് ടു ഡെവലപ്പ് ഇറ്റ്. Then sixth question is explain Maslow's hierarchy of needs and describe the strategies to develop self-actualization. Seventh question, describe the strategies related to the interpersonal aspect of improving emotional intelligence. Then eighth question, discuss the application of EI in educational and workplace settings. നെക്സ്റ്റ് പ്രെഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ് ബി ആണ്. ഇതിലും അതുപോലെ തന്നെ സെയിം കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ അതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇതിന്റെയൊക്കെ ആൻസേഴ്സ് നമുക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. സോ സെക്ഷൻ എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് അമംഗ് ഇമോഷൻ, ഫീലിംഗ് ആൻഡ് മൂഡ്, ഡിസ്ക്രൈബ് ദ ടൈപ്സ് ഓഫ് ഇമോഷൻസ്. Then second question, discuss the relationship between IQ and EQ. Third question, explain the trait and genus model of emotional intelligence. Fourth question, write short notes on A, self-regulation, B, Baron model of emotional intelligence. 5+5 ആണ് അല്ലെ. Then 5 എന്ന് പറയുന്ന സെക്ഷൻ ബി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് explain the meaning and importance of self-control and describe the strategies to develop it. Sixth question എന്ന് പറയുന്നത് explain assertiveness and describe the strategies to develop it. Then seventh question, section B യിലുള്ളത് describe the strategies related to the intrapersonal aspect for improving emotional intelligence. Eighth question എന്ന് പറയുന്നത് discuss the application of EI for managing conflicts and for health. ഇത്രയുമാണ് നമ്മളുടെ പ്രാക്ടീസ് സെറ്റ് എന്ന് പറയുന്നത്, സെറ്റ് എ ആൻഡ് ബി. പിന്നെ ഇതിലുള്ള ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഏത് രീതിയിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്, ആ ഒരു ഫ്രെയിം വർക്ക് എങ്ങനെയാണ് എന്നുള്ളത് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരു എസ്സേ എഴുതുന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 20 മാർക്സ് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഒരു 500-600 വർഡ്സ്. നമ്മളിപ്പോ 10 മാർക്ക് ആയതുകൊണ്ട് 300-400 എന്നുള്ള രീതിയിലാണ് വരിക. സോ ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ബോഡി, ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ എസ്സേ എഴുതുന്നത്. ജസ്റ്റ് ലൈക്ക് ആർ SLM അല്ലെ, നമ്മളൊരു ചാപ്റ്റർ വായിക്കുന്ന സമയത്ത് നമുക്കറിയാം ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാകും, ദെൻ ബോഡി ഉണ്ടാകും, കണ്ടന്റ് ഉണ്ടാകും, എന്നിട്ട് ഒരു കൺക്ലൂഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഒരു ഇൻട്രോ എഴുതണം, 2-3 സെന്റൻസിലുള്ള ഒരു ഇൻട്രോ. അതായത് ഏത് തിയറി ആണോ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു കൺസെപ്റ്റ് എന്തൊക്കെയാണ്, അത് എന്താണ്, ഡെഫിനിഷൻ എന്താണ്, അത് എങ്ങനെ, അതിന്റെ ഒരു റിലവൻസ് എന്താണ്, എന്തുകൊണ്ടാണ് നമ്മളത് മാറ്റേഴ്സ്, ഓക്കെ, എന്താണ് ഇത് എഴുതാൻ, ഇത് ചോദിക്കാനുള്ള ഒരു കാരണം എന്തായിരിക്കും എന്നുള്ള രീതിയിലുള്ള കുറച്ച് ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ കൊടുക്കാം. ഇതിങ്ങനെയുള്ള തിയറിയാണ്, ഇന്നതൊക്കെയാണ് ഇതിന്റെ ഒരു റിലവൻസ് എന്നുള്ളത്. നെക്സ്റ്റ് അതിന്റെ ഒരു എന്താണ് ആ ഒരു കൺസെപ്റ്റിൽ പറയുന്നത്, ഉദ്ദേശിക്കുന്നത്, എക്സ്പ്ലനേഷൻ കൊടുക്കുക. സെന്റൻസസ് ഓരോ പറ്റുമെങ്കിൽ ഒരു ഹെഡിങ്സ് പോലെയൊക്കെ പോയിന്റ് ആയിട്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, നമ്മളെ പോയിന്റിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് എഴുതാൻ ശ്രമിക്കുക. SLMലുള്ള ടെർമിനോളജീസ് യൂസ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ റിയലിസ്റ്റിക് സെനാരിയോസ്, എക്സാമ്പിൾസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ആപ്പിലൊക്കെ ലൈവ് ക്ലാസ്സിലൊക്കെ ഒരുപാട് റിയലിസ്റ്റിക് എക്സാമ്പിൾസ് അപ്പാർട്ട് ഫ്രം SLM നമ്മൾ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അല്ലെ, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിന് എഴുതാം.
നെക്സ്റ്റ് എല്ലാം എഴുതി കഴിഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാണ്. അപ്പൊ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സിഗ്നിഫിക്കൻസ് എത്രത്തോളമാണ്, അതിന്റെ ഒരു ഇംപ്ലിക്കേഷൻ അല്ല ഒരു റെലവൻസ് എന്താണെന്നുള്ള രീതിയിലൊക്കെ എഴുതിയിട്ടാണ് കോൺഫിഡന്റ്ലി എന്ത് ചെയ്യാം, നമ്മൾ ആ ഒരു എസ്സേ ക്ലോസ് ചെയ്യാം. ഇതാണ് നമ്മളുടെ ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, തിയറി ആൻഡ് ഡിസ്കഷൻ ആൻസേഴ്സ് വരുന്ന സമയത്ത് നമുക്കറിയാം, ഒരു തിയറി ബേസ്ഡ് ആൻസേഴ്സ് ആകുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു തിയറി എഴുതുന്ന സമയത്ത്. ഡിഫൈൻ തിയറി ക്ലിയർലി അല്ലെ, ആരാണ് തിയറി കൊണ്ടുവന്നിട്ടുള്ളത്, എപ്പോഴാണ്, എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. ദെൻ കമ്പണൻസ് എന്തൊക്കെയാണ്, ഒരു കോർ കമ്പണൻസ് എന്തൊക്കെയാണ്, നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള SLMലുള്ള അതേപോലത്തെ ടേംസ് തന്നെ സെയിം ടേംസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ഉണ്ടോ, അതുപോലെ തന്നെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, ക്രിറ്റിസിസംസ് ഉണ്ടായിരുന്നു, ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് അവിടെ കൊടുക്കണം. പിന്നെ മോഡേൺ പ്രാക്ടീസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, നമുക്ക് മോഡേൺ റിലേറ്റഡ് തിയറീസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, തിയറി ബേസ്ഡ് ആൻസേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് അവര് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസിനും ഒരേപോലെയുള്ള ആൻസേഴ്സ് അല്ല അവർ ഉദ്ദേശിക്കുക. പേപ്പർ നോക്കുന്ന ആൾക്കാർ അതല്ലേ, ആ ഒരു ക്വസ്റ്റ്യന്റെ ഫസ്റ്റിൽ തുടങ്ങുന്ന ഡിസ്കസ്, എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഇലാബറേറ്റ് അല്ലെങ്കിൽ ഇല്ലുസ്ട്രേറ്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊക്കെ ഡിഫറെന്റ് ആണ്. നമുക്ക് മെയിൻ ആയിട്ടും ഡിസ്കസ് ആൻഡ് എക്സ്പ്ലെയിൻ വരുന്ന സമയത്ത് ഡിസ്കസ് ദിസ് തിയറി എന്നുള്ള രീതിയിൽ വരുമ്പോൾ, അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദിസ് എന്ന് പറയുമ്പോൾ രണ്ടാണ് ആക്ച്വലി. അപ്പൊ നമുക്ക് ഡിസ്കസ് എന്ന് പറയുന്ന സമയത്ത് കുറച്ചുകൂടി ബാലൻസ്ഡ് ആയിട്ട് എന്താണ് ഒരു അതിന്റെ ഒരു പ്രോസും കോൺസും ആ ഒരു തിയറിക്കുള്ള ഒരു ലിമിറ്റേഷൻസ് കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള അല്ലെ ഉള്ള ഒരു രീതിയിലാണ് നമ്മളത് എഴുതേണ്ടത്. ടോപ്പിക് വളരെ ക്ലിയർ ആയിട്ട് എഴുതാം. ഡിഫറെന്റ് പെർസ്പെക്ടീവ്സ്, ഡിഫറെന്റ് വ്യൂ പോയിന്റ്സ്, അതുപോലെ തന്നെ അതിന്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, കോൺസിക്വൻസസ്, ഇംപ്ലിക്കേഷൻസ്, ഓക്കെ അതൊക്കെ. എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പോൾ എക്സ്പ്ലെയിൻ ചോദിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഡീപ്പ് ആയിട്ട് ഒരു ഡെപ്ത് ആൻഡ് ക്ലാരിറ്റിയിലുള്ള തിയറിന്റെ പാർട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കമ്പണൻസ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ ഇന്റർ കണക്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നോക്കി ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു എസ്സേയാണ് അവിടെ ഉദ്ദേശിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. ഓക്കെ, നെക്സ്റ്റ് ടൈം മാനേജ്മെന്റ് ആണ്. എക്സാമിന് 2 മണിക്കൂറാണ് നമുക്കുള്ളത്. അതിൽ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇത് ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരോ മെത്തേഡുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത് എന്താണോ അത് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, സോ ആദ്യം ഒരു 5 മിനിറ്റ്സ് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ശ്രദ്ധയോടെ വായിക്കുന്നുണ്ടാവും. എന്നിട്ട് അതിൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. പിന്നീടുള്ള ഒരു 30 മിനിറ്റ്സ് നമ്മൾ എഴുതാണ്, നന്നായിട്ട് എഴുതാണ്. ബോഡി, കൺക്ലൂഷൻ, ഇൻട്രൊഡക്ഷൻ ഇതൊക്കെ നമ്മൾ എഴുതാണ്. നെക്സ്റ്റ് പിന്നെയുള്ള ഒരു 6 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ആൻസേഴ്സും ക്ലാരിറ്റി ഉണ്ടോ, ഏതെങ്കിലും മിസ്സിംഗ് വേർഡ്സ് ഉണ്ടോ, കറക്ഷൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കി അത് കറക്റ്റ് ചെയ്യാണ്. എന്നിട്ടുള്ള 15 മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യാണ്, എല്ലാ ആൻസേഴ്സും നന്നായിട്ട് റിവ്യൂ ചെയ്യാണ്. അവിടെ കൂടുതലായിട്ടുള്ള ഒരു കറക്ഷന് നിൽക്കാൻ പോകരുത്, ചെറിയ ചെറിയ കറക്ഷൻസ് മാത്രം. പിന്നെയും ഒന്ന് റീറൈറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ആ ഒരു സമയത്ത് എഴുതാൻ നിൽക്കരുത്. പിന്നെ പണിവാളും, സമയം ഉണ്ടാവില്ല. നമ്മൾ 15 മിനിറ്റ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പുതിയത് എഴുതാൻ നിൽക്കുമ്പോൾ എഴുതാൻ തുടങ്ങുമ്പോഴത്തേക്കും ആ 15 മിനിറ്റ് അങ്ങ് തീർന്നിട്ടുണ്ടാവും. പിന്നീട് പെട്ടെന്ന് നമ്മൾ എന്താ പറയാ, പിന്നെ അപ്പത്തേക്കും പേപ്പർ വാങ്ങിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ലാസ്റ്റുള്ള സമയത്ത് കൂടുതലായിട്ട് ഒന്ന് വെട്ടി എഴുതലൊന്നും ഇല്ലാത്തതായിരിക്കും നല്ലത്. ദെൻ നമുക്ക് ഫുൾ വർക്ക്ഡ് ആൻസേഴ്സ് ഒക്കെ നമ്മളുടെ ലേൺവൈസ് ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. പ്രാക്ടീസ് സെറ്റ് എൻ്റെതും ബീൻ്റെതും, അതുപോലെ തന്നെ ഈ ഒരു കംപ്ലീറ്റ് PYQUA കാണുന്ന ഫുൾ ബുക്ക്ലെറ്റും ആൻസർ ബ്ലൂ പ്രിന്റ്സും നമ്മളുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു എക്സാം സ്ട്രാറ്റജീസും ആൻസർ പ്രസന്റേഷന് വേണ്ടിയിട്ടുള്ള ഒരു പേഴ്സണൽ ഗൈഡൻസ്, പേഴ്സണലൈസ്ഡ് ഗൈഡൻസ് നമുക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അഡീഷണൽ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ പാക്സും നമുക്ക് ആപ്പിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം നിങ്ങൾ ഇതുവരെ ലേൺവൈസിൽ ജോയിൻ ചെയ്യാത്ത ഒരാളാണ് ഈ ഒരു സെഷൻ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കണക്ട് ചെയ്യാവും. നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യാനോ അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്താലോ മതിയാവും. ഓക്കെ, സോ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വൺസ് നിങ്ങൾക്ക് ലേൺവൈസിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഈ പറഞ്ഞ പോലെ ഈ ഒരു പ്രാക്ടീസ് സെറ്റ് എ ആൻഡ് പ്രാക്ടീസ് സെറ്റ് ബിന്റെ ഫുൾ വർക്ക് ആൻസേഴ്സ് അവിടെ ഉണ്ട്. ദെൻ കംപ്ലീറ്റ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ബുക്കിന്റെ ആ ഒരു മൊത്തത്തിലുള്ള ബ്ലൂ പ്രിന്റ് ആൻസേഴ്സും ക്വസ്റ്റ്യൻസും ഗൈഡ് ബുക്ക് ആയിട്ട് അവിടെ ഉണ്ടാവും. ദെൻ ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻ പാക്സ് എക്സ്ട്രാ ഉള്ള ലേറ്റസ്റ്റ് സെഷൻ്റെതും അവിടെ ഉണ്ട്. അതുപോലെ തന്നെ സ്ട്രക്ചേർഡ് ഗൈഡൻസ്, ആൻസർ പ്രസന്റേഷൻ കുറച്ച് സമയമേ ഉള്ളൂ, ആ സമയം കൊണ്ട് എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഗൈഡൻസ് നമ്മൾ തരുന്നുണ്ടാകും. മെന്റർ സപ്പോർട്ട് നമുക്കുണ്ട് അല്ലേ, നമ്മുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ എപ്പോഴും നമുക്ക് ഒരു മെന്റർ ഉണ്ടാകും, ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് മെന്റർ ഉണ്ടാകും. ആൻഡ്
ആക്സസ് ടു ലേൺവൈസ് അഡ്വാൻസ്ഡ് ലേണിംഗ് ഇക്കോസിസ്റ്റത്തിന്റെ പാർട്ട് ആവാൻ ഒരു ലേൺവൈസ് ഫാമിലി ആവാനും നമുക്ക് പറ്റും. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ലേൺവൈസിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്താൽ മതി. നമ്മുടെ ടീം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് ഇനിയുള്ള എക്സാംസിന് ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും നന്നായിട്ട് എങ്ങനെ എക്സാംസ് എഴുതാം, എങ്ങനെ നെക്സ്റ്റ് ഇനി എങ്ങനെ മുന്നോട്ട് പോവാം എന്നുള്ളത് ടീം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് എവ്രി വൺ ഫോർ യുവർ എക്സാമിനേഷൻ. നന്നായിട്ട് പെർഫോം ചെയ്യാം. താങ്ക് യു സോ മച്ച്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.